This is Meera. Welcome back to our channel High School Max VSC. ഇന്ന് നമ്മൾ നോക്കുന്ന നോട്ടിഫിക്കേഷൻ DGAFMS-ൻ്റെതാണ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആം ഫോഴ്സസ് മെഡിക്കൽ സർവീസസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ റിക്രൂട്ട്മെന്റ് നോട്ടീസ് ഫോർ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റ് ആണ്. അതായത് 10ാം ക്ലാസ്സും +2 പാസ്സായവർക്കാണ് ഈ അവസരങ്ങളുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് നൽകിയിരിക്കുന്ന ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിലേക്ക് വേണ്ടിയുള്ളതാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് സഫായി വാല, പേ മെട്രിക്സ് ലെവൽ 1 ആണ്. ടോട്ടൽ 4 വേക്കൻസി. ഇപ്പോൾ കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസി ഈ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് ബാർബർ ലെവൽ 1, 2 ആണ്, 2 വേക്കൻസിയാണുള്ളത്. സിനിമ പ്രൊജക്ഷനിസ്റ്റ് ഗ്രേഡ് 2 ലെവൽ 2 1 വേക്കൻസി. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ലെവൽ 4 1 വേക്കൻസി. വാഷർമാൻ ലെവൽ 1 1 വേക്കൻസി. ട്രേഡ്മാൻ മെയ്ഡ് ലെവൽ 1 7 വേക്കൻസി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വാച്ച്മാന്റെ കേസിൽ ലെവൽ 1 10 വേക്കൻസീസ് ഉണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഗാർഡനറിന്റെ കേസിൽ ലെവൽ 1 1 വേക്കൻസിയാണുള്ളത്. ഇനി ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സ്റ്റോർ ഡിപ്പോർട്ട് മുംബൈയിലേക്കുള്ള കേസ് സ്റ്റോർ കീപ്പർ ലെവൽ 2 7 വേക്കൻസി. ക്യാൻറ്റീൻ ബെയറർ ലെവൽ 1 1 വേക്കൻസി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് സഫായി വാല ലെവൽ 1 1 വേക്കൻസി. ട്രേഡ്സ്മാൻ മെയ്ഡ് ലെവൽ 1 11 വേക്കൻസീസ്. അടുത്ത ലക്നൌവിലേക്ക് പറയുന്നത് ഫയർമാൻ ലെവൽ 2 1 വേക്കൻസി. നെക്സ്റ്റ് ഇനിയും പൂനെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സ്റ്റോർ ഡിപ്പോർട്ട് ഡോക്ടർ കോവാജി റോഡിലേക്കുള്ളത് ഹൈലി സ്കിൽഡ് എക്സ്റേ ഇലക്ട്രീഷ്യൻ ലെവൽ 4 1 വേക്കൻസി. ഫയർമാൻ ലെവൽ 2 2 വേക്കൻസി. കുക്ക് ലെവൽ 1 1 വേക്കൻസി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വാച്ച്മാൻ ലെവൽ 1 7 വേക്കൻസി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് സഫായി വാല ലെവൽ 1 1 വേക്കൻസി. ട്രേഡ്സ്മാൻ മെയ്ഡ് ലെവൽ 1 8 വേക്കൻസി. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സ്റ്റോർ ഡിപ്പോർട്ട് ഡൽഹിയിലേക്കുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 2 3 വേക്കൻസി. ട്രേഡ്സ്മാൻ മെയ്ഡ് ലെവൽ 1 5 വേക്കൻസി. സ്റ്റോർ കീപ്പർ ലെവൽ 2 7 വേക്കൻസി. ഫയർമാൻ ലെവൽ 2 1 വേക്കൻസി. അടുത്തായിട്ട് ആംഡ് ഫോഴ്സസ് ട്രാൻസ്ഫ്യൂഷൻ സെന്റർ ഡൽഹിയിലേക്ക് വാഷർമാൻ ലെവൽ 1 1 വേക്കൻസി. ട്രേഡ്സ്മാൻ മെയ്ഡ് മൾട്ടി ടാസ്കിംഗ് ഗാർഡനർ ലെവൽ 1 ഓരോ വേക്കൻസീസ് ആണുള്ളത്. ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ പൂനെയിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതോടൊപ്പം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് മെസഞ്ചർ ആൻഡ് ഗാർഡനർ ലെവൽ 1 ഓരോ വേക്കൻസീസ് ആണുള്ളത്. ഇനി ഇവിടെ ഓരോ പോസ്റ്റിൻ്റെയും സാലറി, അതായത് ആ ഒരു ലെവൽ എത്രയാണ് പേ സ്കെയിൽ എന്നുള്ളത് തന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 കേസിൽ ലെവൽ 4, അതായത് 25,500 മുതൽ 81,100 വരെയാണ് എമൗണ്ട്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 12th പാസ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റും പറയുന്നുണ്ട്. ഇനി ഇവിടെ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ കേസിൽ ലെവൽ 2 19,000 9,000 മുതൽ 63,200 വരെ. 18 മുതൽ 27 വയസ്സ് വരെ. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും പാസ്സായിരിക്കണം. മിനിമം സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ. സ്റ്റോർ കീപ്പർ ലെവൽ 2 സെയിം ആണ് എമൗണ്ട്. 18 മുതൽ 27 വയസ്സ് വരെ. 12ാം ക്ലാസ് ആണ് ഇവിടെ പറയുന്നത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് മെഡിക്കൽ സ്റ്റോർ പറയുന്നുണ്ട്. ഹൈലി സ്കിൽഡ് എക്സ്റേ ഇലക്ട്രീഷ്യന്റെ കേസിൽ ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 വരെ. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് മെട്രിക്കുലേഷൻ. അപ്പം 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റിക്കഗ്നൈസ്ഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഡിസൈറബിൾ ആയിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതായത് വർക്ക്ഷോപ്പ് വെയർ എക്സ്റേ ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് മാനുഫാക്ചർ സർവീസസ്, അവിടെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഡിസൈറബിൾ ആയിട്ട് പറയുന്നുണ്ട്. സിനിമ പ്രൊജക്ഷനിസ്റ്റ് ഗ്രേഡ് 2 ലെവൽ 2 19,000 9,000 മുതൽ 63,200 വരെ. 18 മുതൽ 25 വയസ്സ് വരെ. മെട്രിക്കുലേഷൻ ആണ് പറയുന്നത്. പ്രൊഫഷൻസി ഇൻ ട്രേഡ്. അപ്പം ഈ ഒരു സിനിമ പ്രൊജക്ഷനിസ്റ്റ് ആ ഒരു ഫീൽഡിൽ പ്രൊഫഷൻസി പറയുന്നുണ്ട്. ഫയർമാന്റെ കേസിൽ ലെവൽ 2 ആണ്. 19,000 9,000 മുതൽ 63,200 വരെ. 18 മുതൽ 25 വയസ്സ് വരെ. മെട്രിക്കുലേഷൻ. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു മെഷർമെന്റ്സ് എല്ലാം തന്നെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ, അതായത് ഈ ഒരു ഫയർ ഫൈറ്റിംഗ് അണ്ടർ എ സ്റ്റേറ്റ് ഫയർ സർവീസ് ആ ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളൊരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ട്രേഡ്സ്മാൻ മെയ്റ്റിന്റെ കേസിൽ ലെവൽ 1 18,000 മുതൽ 56,000 9,000 വരെ. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് മെട്രിക്കുലേഷൻ പാസ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എൻട്രൻസ് ടെസ്റ്റ് ആയിട്ട് പറയുന്നത് ക്യാരിങ് 40 കിലോഗ്രാം വെയിറ്റ്, അതായത് 100 മീറ്റർ ഡിസ്റ്റൻസിൽ 60 സെക്കൻഡിൽ ഈ 40 കിലോഗ്രാം വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു ടെസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾ മൂവ് ചെയ്യാതെ തന്നെ 30 സെക്കൻഡിൽ 40 കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് പറയുന്നത്. കുക്കിന്റെ കേസിൽ ലെവൽ 1 18,000 മുതൽ 56,000 9,000 വരെ. 18 മുതൽ 25 വയസ്സ് വരെ. മെട്രിക്കുലേഷൻ പാസ്. പ്രൊഫഷൻസി ഇൻ ട്രേഡ്. അപ്പം ബാർബർ, ക്യാൻറ്റീൻ ബെയറർ, വാഷർമാൻ, അതോടൊപ്പം തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഇവിടെ എല്ലാം തന്നെ ലെവൽ 1 ആണ്. 18 മുതൽ 25 വയസ്സ് വരെ. മെട്രിക്കുലേഷൻ പാസും അതോടൊപ്പം തന്നെ ആ ഒരു നിങ്ങൾ ഏതിനാണോ അപേക്ഷിക്കുന്നത് അതിനുള്ള പ്രൊഫഷൻസിയുമാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മോഡ് ഓഫ് സെലക്ഷൻ നോക്കാം. അപ്പം
അപ്പോൾ 2 പാർട്ടായിട്ടാണ് പറയുന്നത്. ഒന്ന് റിട്ടൺ എക്സാമിനേഷൻ 100 മാർക്കിൻ്റെ, പിന്നീട് ടൈപ്പിംഗ് ടെസ്റ്റ്, അതല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ്, അതല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന റിട്ടൺ എക്സാമിനേഷന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. അപ്പോൾ ഇവയാണ് ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. 2 മണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പം മാത്സ് ആൻഡ് റീസണിങ് പാർട്ടിലെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ തന്നെ താഴെയായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇനി ഇതിന് താഴെയായിട്ട് ഇവിടെ അഡ്മിറ്റ് കാർഡ് ഉണ്ട്. ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ 2 ഫോമിനോടൊപ്പം തന്നെ ഏതെല്ലാം ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, ഏതെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. 3 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്. ഏതെല്ലാം സർട്ടിഫിക്കറ്റ് ആണ്? ബർത്ത് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ITI ആണെങ്കിൽ ITIയുടെ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫയർമാൻ്റെ കേസിൽ ഡ്രൈവിംഗ് ലൈസൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ കോപ്പി ഓഫ് ആധാർ കാർഡ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇനി 2 സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വിത്ത് സ്റ്റാമ്പ് ഓഫ് ₹25. അതായത് 2 നിങ്ങളുടെ തന്നെ അഡ്രസ്സ് എഴുതിയ 2 എൻവലപ്പ്, അതിനോടൊപ്പം തന്നെ 25 രൂപയുടെ സ്റ്റാമ്പും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അയക്കേണ്ടത്, അതായത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിൻ്റെ ആ ഒരു അഡ്രസ്സ് നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ടേബിളിലുണ്ടായിരുന്നു. ആ ടേബിളിൽ ഏത് സ്ഥലത്തോട്ടുള്ളതാണെന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ഓഗസ്റ്റ് 9, 2021 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് അവിടെ എത്തുന്ന രീതിയിൽ അപേക്ഷിക്കേണ്ടതാണ്. ഇനി ഇവിടെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഡ്രസ്സ് കൊടുക്കേണ്ടത് ദ കമാൻഡ്മെന്റ് അല്ലെങ്കിൽ കമാൻഡിങ് ഓഫീസർ ഓഫ് ദ കൺസേൺ യൂണിറ്റ്സ് ആൻഡ് ഡിപ്പോർട്ട്. ഏത് പോസ്റ്റിലേക്കാണ് ആ ഒരു അഡ്രസ്സാണ് ഇവിടേക്ക് വരേണ്ടത്. ഇനി നിങ്ങൾ പല പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നുണ്ട്. ഓരോന്നും പ്രത്യേക എൻവലപ്പിലാക്കി പ്രത്യേകം അയക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റിലാണ് നിങ്ങളുടെ കാറ്റഗറി, ഇത് ഏതാണെന്നുള്ളത് നിങ്ങൾ ആ ഒരു എൻവലപ്പിൽ എഴുതേണ്ടതുമാണ്. അപ്പം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9 ആണ്. അപ്പം അതിന് മുമ്പായിട്ട് അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ ന്യൂസസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.